അപ്പോ നമുക്കൊരു വഴിയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യണം. എലികൾക്കും കോഴികൾക്കും കെണിയുണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻ കണിയും ഉണ്ടാക്കിയാലെന്താ? എന്നിട്ട് ആശാനെയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം. അത് നല്ല ഐഡിയ. എങ്കിൽ ഞാനിപ്പോ തന്നെ പണി തുടങ്ങാം. അങ്ങനെ കെണി റെഡിയായി. അമ്പട, ആശൻ ഫോൺ മറന്നു വെച്ച് പോയിരിക്കുന്നു. ഹലോ, അച്ഛനല്ലേ? ഇത് ഞാനാ, അപ്പു. അപ്പു, നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? നിന്നെ കാണാനില്ലല്ലോ. നീ എവിടെയാ? അച്ഛാ, എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ പറയുന്നിടത്ത് എത്തണം. ആ, ശരി മോനെ. അവന്മാർ ഈ വഴിക്ക് വരട്ടെ, അപ്പോ കാണാം. ഡാഡി മമ്മി വീട്ടിലില്ലേ, നോക്കാനും നേരമില്ലേ, കുട്ടികളെ കാണാനില്ലേ. അതാ അവർ വരുന്നുണ്ട്. എന്നാ നമുക്ക് കളി തുടങ്ങാം. എല്ലാവരോടും റെഡിയാവാൻ പറയാം. അച്ഛാ, എല്ലാം റെഡിയല്ലേ? അവർ വരുന്നുണ്ട്. ഓക്കേ അപ്പു, ഞങ്ങൾ റെഡി. Don't worry, be happy. Don't worry, be happy. അതെ, നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ? അതെ, നമുക്കിനി പേടിക്കാനേ ഇല്ല. കുശാലായി ജീവിക്കാം. അല്ല, കെണി റെഡിയായി കാണില്ലേ? കാണോ? അതേടാ കള്ളക്കൂറുക്ക, തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം തന്റെ കുശാൽ, തന്റെ ശാപ്പാട്, തന്റെ കെണി. ദുഷ്ടന്മാർ. കൊണ്ടുവന്ന് കെണിയെടുക്കുകയാണല്ലേ? തനിക്കുള്ള കെണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിന്നെ ഇവിടുന്ന് ഓടിക്കും. അല്ലല്ലേ? അയ്യോ, ഞാൻ ആരും പറ്റിക്കില്ലേ? അയ്യോ, ഞാൻ ആരും ഭീഷണിപ്പെടുത്തില്ലേ? അയ്യോ, എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. അയ്യോ, എന്നെ തല്ലല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി അങ്ങനെ തന്നെ. എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. തേടിയ കടി കാലിൽ നിന്റെ കെണി ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാവേ. അയ്യോ, എന്റെ കാല് കുടുക്കിയേ, എന്റെ കാല് കുടുക്കിപ്പോയേ. തല്ലല്ലേ. എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പിലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഈ പരിസരത്ത് തന്നെ കണ്ടുപോവരുത്. എവിടേക്കെങ്കിലും പോയിക്കോ. നിങ്ങളെ കണ്ട ഞാൻ അടിച്ചു കൊല്ലും. കെണി ഉണ്ടാക്കാൻ പറഞ്ഞ് വണ്ടി പോട്ടെ. ഏതായാലും ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു. ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരുപക്ഷെ അല്പം സമയമെടുക്കും. ഏതായാലും
ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കി വെക്കും. അതെ ഡംബു. അപ്പു, ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം. ഞാൻ ഇന്നു മുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ്. നമുക്ക് കൂട്ടുകാരാവാം, അല്ലേ അപ്പു? ഡംബുരാജൻ നീണാൾ വാഴട്ടെ. മരം കൊത്തിയാണ്. എത്ര പാടുപെട്ടാണ് അവൻ വീട് പണിയുന്നത്.